ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് വുമൺ ഇൻ ദ ഫൈറ്റ് ഫോർ ഫ്രീഡം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ഇന്ത്യ റിയാലിറ്റീസ്, വുമൺ ഇൻ ദ റിവോൾട്ട് ഓഫ് 1857. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. സിസ്റ്റർ നിവേദിതയെക്കുറിച്ചാണ് പറയാനുള്ളത്. സ്വാമി വിവേകാനന്ദനിലേക്കും ഹിന്ദു തത്വചിന്തയിലേക്കും ആകൃഷ്ടരായ വിദേശ വനിതകളിൽ ഒരാളായിരുന്നു സിസ്റ്റർ നിവേദിത. 1867 ഒക്ടോബർ 28 അയർലൻഡിൽ ജനിച്ച അവര് 1898 ജനുവരിയിൽ സത്യാന്വേഷണത്തിനായി ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ സ്ത്രീത്വത്തിന്റെ ആശയങ്ങൾ അവര് മതിപ്പുളവാക്കി. മഹത്തായ സ്ത്രീകളുടെ നാടാണ് ഇന്ത്യ എന്ന് അവർ ഒരിക്കൽ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും സ്വതന്ത്രവും ശക്തവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ പുരുഷന്മാർക്കൊപ്പം പങ്കാളികളാവാൻ ഇന്ത്യൻ സ്ത്രീകളെ അവർ ഉത്ബോധിപ്പിച്ചു. ഇന്ത്യൻ സ്ത്രീകൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് അവർക്ക് തോന്നി. അമേരിക്കയിലും യൂറോപ്പിലുടനീളം അവർ ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടി പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ അവരെ ഒരു യഥാർത്ഥ സിംഹിക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ അവരെ ലോകമാതാവായിട്ടും അരവിന്ദ ഘോഷിനെ അഗ്നിശിഖയായിട്ടും കണക്കാക്കി. സിസ്റ്റർ നിവേദിത എന്നറിയപ്പെടുന്ന മാർഗരറ്റ് എലിസബത്ത് നോബൽ ഒരു ആംഗ്ലോ ഐറിഷ് സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയും അധ്യാപികയും സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയുമായിരുന്നു. അവരെ 1895 ലണ്ടനിൽ വെച്ച് വിവേകാനന്ദ കണ്ടുമുട്ടുകയും 1898 ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. 1898 മാർച്ച് 25 സ്വാമി വിവേകാനന്ദൻ അവർക്ക് നിവേദിത എന്ന പേര് നൽകി. 1898 നവംബറിൽ അവർ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ ആരംഭിച്ചു. ഇത് ഇപ്പോൾ രാമകൃഷ്ണ ശാരദാ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എല്ലാ ജാതികളിലെയും ഇന്ത്യൻ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവർ പ്രവർത്തിച്ചു. ഇനി ആനി ബെസന്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഐറിഷ് വനിതയായ അവര് 1893 ഇന്ത്യയിലെത്തി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ നേതാവായി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്ന മദ്രാസിലെ അടയാറിലാണ് അവർ താമസിച്ചിരുന്നത്. ഹിന്ദു കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കണമെന്നും അവർ ലാളിത്യവും ആത്മീയവും പഠിക്കണമെന്നും വാദിക്കുന്ന സനാതൻ ധർമ്മ പ്രസ്ഥാനത്തെ അവർ പിന്തുണച്ചു. എന്നാൽ ഈ നവോത്ഥാന സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും തുല്യവും എന്നാൽ അനുമോദനപരവുമായ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങൾ വേണമെന്ന് അവര് വാദിച്ചു. സ്വയം ഭരണത്തിന് പ്രാപ്തനാകുന്നതിന് മുമ്പ് ഇന്ത്യ സ്വയം വിദ്യാഭ്യാസം നേടേണ്ടതുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി അവർ സ്വയംഭരണത്തിനായി പ്രചാരണം നടത്തുകയായിരുന്നു. 1902 ലണ്ടനിലായിരിക്കെ ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യങ്ങൾക്കെതിരെ ഇംഗ്ലണ്ടിനെ അവർ വിമർശിച്ചു. 1914 അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും അതിന് പുതിയ ദിശാബോധം നൽകുകയും ചെയ്തു. ഹോം റൂൾ ലീഗ് എന്ന ആശയം ആദ്യം ചർച്ച ചെയ്തത് അവരായിരുന്നു. സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ചുള്ള അവരുടെ വിലമതിപ്പ് ഗാന്ധിജിയുടേതിന് സമാനമാണ്. അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീ സ്വഭാവത്തിന്റെ ഹീറോയിസം, സഹിഷ്ണുത, സ്വയം ത്യാഗം എന്നിവയെക്കുറിച്ച് അതിന്റെ സഹായത്തിലേക്ക് കൊണ്ടുവരുന്ന ധാരാളം സ്ത്രീകൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ ഹോം റൂൾ 10 മടങ്ങ് വലുതായി. പക്ഷേ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കലാപത്തിന്റെ ഒരു പരിപാടിയായിട്ട് ഗാന്ധിജി കളങ്കപ്പെടുത്തുന്നതിനെ രാഷ്ട്രീയമായിട്ട് അവരെതിർത്തു. അത് വിജയിച്ചാൽ രാജ്യത്തെ നശിപ്പിക്കും, അത് പരാജയപ്പെട്ടാൽ കലാപത്തിനും രക്തച്ചൊരിച്ചിലും കലാശിക്കും. അവരുടെ എതിർപ്പ് ഹോം റൂൾ ലീഗിനുള്ളിൽ പോലും അവരെ ജനപ്രീതി ഇല്ലാത്തവരാക്കി മാറ്റി. അങ്ങനെ 1919 അവരെ നാഷണൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. 1924 ഇന്ത്യക്ക് ഡൊമീനിയൻ ഹോം റൂൾ ആവശ്യപ്പെടാൻ ഇംഗ്ലണ്ടിലേക്ക് ഹോം റൂളർമാരുടെ ഒരു ഡെപ്യൂട്ടേഷനെ അവർ നയിച്ചു. 1925 അവര് HS ഗൗരി, ശിവറാവു, CP രാമേശ്വര അയ്യർ എന്നിവർ ചേർന്ന് സ്വയംഭരണത്തിനായുള്ള ഒരു ഭരണഘടനാ ബില്ല് തയ്യാറാക്കി. ഈ ഒരു ബില്ലിനെ ഗാന്ധിജി അംഗീകരിക്കുകയും ലേബർ പാർട്ടി പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ അതൊരിക്കലും നിയമമായി മാറിയില്ല. റാഡിക്കൽ കോൺഗ്രസ് നേതാവ് തിലക്, മാർഗരറ്റ് കസിൻസ്, സരോജിനി നായിഡു എന്നിവർക്കൊപ്പം 1917 ഡിസംബർ 18 മൊണ്ടോഗ്യുവിന് ഒരു സ്മാരകം സമ്മാനിച്ചു. അത് രാഷ്ട്രീയ ഫ്രാഞ്ചൈസികളുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യാവകാശം നൽകി. കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായ അവര് ഇന്ത്യയിലെ സ്ത്രീ മുന്നേറ്റമായ നേതൃത്വം നൽകി. 1917 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്തു.
രാജ്യത്തിനകത്തും പുറത്തും നിരവധി പ്രതിഷേധ യോഗങ്ങൾക്ക് പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ്. അവരുടെ മോചനത്തിനു വേണ്ടി പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ബ്രിട്ടീഷുകാരോട് മധ്യസ്ഥത വഹിച്ചു. ലണ്ടനിലെ ഐറിഷ് വംശജയായ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ആനി ബസന്റ് ജനിച്ചത്. ഐറിഷ് ആയതിൽ അവർ എപ്പോഴും അഭിമാനിക്കുകയും ജീവിതത്തിലുടനീളം ഐറിഷ് സ്വയംഭരണത്തിന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന് പണമില്ലാതെയായി സമൂഹത്തോടുള്ള കടമയുടെ ശക്തമായ ബോധവും സ്വതന്ത്ര സ്ത്രീകൾക്ക് എന്ത് നേടാനാകും എന്നതിന് തുല്യമായ ശക്തമായ ബോധവും അവർക്കുണ്ടായിരുന്നു. ഒരു യുവതി എന്ന നിലയിൽ യൂറോപ്പിൽ വ്യാപകമായി സഞ്ചരിക്കാനും അവർക്ക് കഴിഞ്ഞു. 1867 19 വയസ്സിൽ അവർ 26 വയസ്സുള്ള പുരോഹിതനായ ഫ്രാങ്ക് ബസന്റിനെ വിവാഹം കഴിച്ചു. വുമൺ ഇൻ റവല്യൂഷണറി മൂവ്മെന്റ്, വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 1920 ഒരു പുതിയ തരത്തിലുള്ള സ്ത്രീ പങ്കാളിത്തം വളർന്നു. വിപ്ലവ പ്രസ്ഥാനത്തിലേക്കുള്ള പ്രവേശനത്തോടുകൂടി സമൂഹം കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായി. ഒരു കൂട്ടം വിപ്ലവകാരികൾ രൂപീകരിച്ച ബംഗാളിലെ ചിറ്റഗോങ് ആയിരുന്നു സ്ത്രീകളുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. ചിറ്റഗോങ് ആയുധപുര റെയ്ഡ് വനിതാ വിപ്ലവകാരികളുടെ ഭവനങ്ങളെയും ജ്വലിപ്പിച്ചു. സ്ത്രീകളിലെ റെയ്ഡിന്റെ സ്വാധീനം സുമിത് സർക്കാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: വിവിധ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റുകൾ സ്ഥിരതയാർന്ന സ്ട്രീമിൽ പകർന്നു. കൂടാതെ തീവ്രവാദ പാർട്ടികളുടെ കൂട്ടത്തിലേക്ക് ആകർഷിക്കപ്പെട്ട റെയ്ഡിന്റെ റൊമാന്റിക് ആകർഷണം പിന്നീട് ഇത് രൂപീകരിച്ച സ്ത്രീകളും യുവതികളും തീവ്രവാദികളെ വീട്ടുജോലിക്കാരായും സന്ദേശവാഹകരായും ആയുധങ്ങളുടെ സംരക്ഷകരായും ചിലപ്പോഴൊക്കെ സഹകാരികളായിട്ടും സഹായിക്കുന്നുണ്ടായിരുന്നു. റെയ്ഡ് നിരവധി വിപ്ലവകാരികളുടെ മരണത്തിൽ കലാശിച്ചിട്ടുണ്ട്. പോലീസ് കമ്മീഷണറെ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ സംഘം തീരുമാനിച്ചു. ബോംബെറിയാൻ നിർദ്ദേശിച്ച സ്ത്രീകളിൽ ഒരാളായിരുന്നു അനുജ സെൻ. ബോംബെറിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ച് അവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കൊൽക്കട്ടയിൽ നിന്ന് മൈമൻസിംഗിലേക്ക് കൊണ്ടുപോകുന്ന സ്ഫോടന വസ്തുക്കളുമായിട്ട് സരിഷ്ബരി എന്ന സ്ഥലത്ത് അറസ്റ്റിലായ 3 വിപ്ലവകാരികളിൽ ഒരാളാണ് മറ്റൊരു സ്ത്രീ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കടുത്ത നടപടികൾ ഉണ്ടായിട്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുകയും വിപ്ലവ ഗ്രൂപ്പുകളിൽ ചേരുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ നേരിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്ത ധാരാളം സ്ത്രീ രത്നങ്ങൾ അന്നുണ്ടായിരുന്നു. 1931 ശാന്തി ഘോഷും സുനിധി ചൗധരിയും എന്ന 2 പെൺകുട്ടികൾ സർക്കാരിന്റെ ആനുകൂല്യം മുതലെടുത്ത മജിസ്ട്രേറ്റുമാരിൽ ഒരാളായ ജില്ലാ മജിസ്ട്രേറ്റ് ശ്രീ സ്റ്റീവൻസിനെ വെടിവെച്ചു. സ്ത്രീകളെ ശല്യപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങൾ ബംഗാളിലെ മലയോര മേഖലയിലെ നിരവധി പെൺകുട്ടികളെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ശാന്തി ഘോഷും സുനിധി ചൗധരിയും അവർക്ക് അനുഭവപ്പെട്ട ക്രൂരത തിരിച്ചു നൽകാൻ തീരുമാനിച്ചു. അവർ തന്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അവർ ശാന്തവും ധീരവുമായ മനോഭാവം കാത്തു സൂക്ഷിച്ചതായിട്ട് ചില ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. ജീവന് വേണ്ടി കൊണ്ടുപോകുമ്പോഴും അവരുടെ ധൈര്യം അവരെ കൈവിട്ടില്ല. ഈ കലാപ സന്ദർഭങ്ങളിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ഈ പെൺകുട്ടികളുടെ നാണമില്ലാത്ത പെരുമാറ്റമെന്ന് ഒരു വിഭാഗം ആൾക്കാർ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ല. അസംബ്ലിയിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, ബംഗാളിലെ ധീരരായ പെൺകുട്ടികളോട് അവരെന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് ചോദിക്കട്ടെ. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണങ്ങൾ നടന്നിരുന്നില്ല. ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 1922 ബംഗാൾ ഗവർണറായിട്ടുള്ള സർ സ്റ്റാൻലി ജാക്സനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് ബീനാദാസിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അവരൊരു വനിതാ വിദ്യാർത്ഥി സമൂഹമായിട്ടുള്ള ഛത്രി സംഘത്തിലെ അംഗമായിരുന്നു. അവരുടെ സഹോദരി കല്യാണി ഛത്രി സംഘത്തിലെ സെക്രട്ടറി ആയിരുന്നു. വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി ഹോസ്റ്റലിലേക്ക് മാറിയ മറ്റൊരു വിപ്ലവകാരിയാണ് കമലാദാസ്. ബീനയുടെയും കല്യാണിദാസിന്റെയും അമ്മയായിരുന്നു ഹോസ്റ്റൽ നടത്തിയിരുന്നത്. സ്ത്രീകളുടെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു അത്. ഹോസ്റ്റലിലെ സ്റ്റോർ റൂമിലാണ് കമല ബോംബ് സൂക്ഷിച്ചിരുന്നത്. തന്റെ നടപടികളുടെ ഉത്തരവാദിത്തം മറ്റാരും ഏൽക്കേണ്ടതില്ലെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഗവർണറെ സ്വയം വെടിവെക്കാനുള്ള ആഗ്രഹം ബീനാദാസ് തുറന്നു പറഞ്ഞു. തോക്ക് വാങ്ങാൻ കമലാദാസ് ബീനാദാസിനെ സഹായിക്കുകയും തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. 1932 ഫെബ്രുവരി 6 ബംഗാൾ ഗവർണർ സർ സ്റ്റാൻലി ജാക്സൺ കൊൽക്കത്ത സർവകലാശാലയിലെ ബിരുദാനന്തര ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീനാദാസ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇടനാഴിയിലൂടെ മുകളിലേക്ക് നടന്നു. ഗവർണറുടെ അടുത്ത് നിന്ന് അല്പം അകലെ എത്തിയപ്പോൾ വസ്ത്രത്തിൽ നിന്ന് പിസ്റ്റൾ എടുത്ത് 3 തവണ വെടിയുതിർത്തു. ഷോട്ടുകൾ വിശാലമായി പോയി. അവർ മറ്റൊരു ലക്ഷ്യം നേടുന്നതിന് മുമ്പ് അവർ കീഴടങ്ങി. ശ്രമം പരാജയപ്പെട്ടപ്പോൾ ബീനാദാസ് അറസ്റ്റിലായപ്പോൾ കൂട്ടാളികളുടെ പേരുകൾ അവർ വെളിപ്പെടുത്തിയില്ല. അവർക്ക് 9 വർഷം കഠിന തടവ് വിധിച്ചു. കമലാദാസ് തന്നെ അറസ്റ്റിലായി 6 വർഷം ജയിലിൽ. കമലാദാസ്
അറസ്റ്റിലായി, 6 വർഷം ജയിലിലായി. പ്രീതിലത വഡോദ്കർ മറ്റൊരു വിപ്ലവകാരിയായിരുന്നു. അവർ കോളേജിലെ ദേശീയവാദ ഗ്രൂപ്പുകളിൽ ചേർന്നു. ലാത്തിയും വാളും എങ്ങനെ പ്രയോഗിക്കാമെന്ന് പഠിച്ചു. കൗമാരത്തിൽ ബങ്കിംചന്ദ്രയുടെയും ശരത് ചന്ദ്രയുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നോവലുകൾ വായിച്ച് പരിഹരിക്കുകയും രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകാൻ ഇന്ത്യൻ ജീവിതശൈലി നയിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും സ്വദേശി സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്തു. യൂറോപ്യന്മാർ പതിവായി വന്നിരുന്ന പഹാർട്ടാലെ ക്ലബിലെ റെയ്ഡുമായിട്ട് അവരുടെ പേര് ബന്ധപ്പെടുന്നുണ്ട്. റെയ്ഡർമാർ ക്ലബിന്റെ പ്രധാന ഹാളിലേക്ക് ഒരു ബോംബ് എറിഞ്ഞു. ഒരാൾക്ക് വെടിയേറ്റു, 4 പേർക്ക് പരിക്കേറ്റു. അക്രമികളിലെ ഭൂരിഭാഗവും രക്ഷപ്പെട്ടു. പക്ഷേ പ്രീതിലത വഡോദ്കർ പുരുഷ വസ്ത്രം ധരിച്ച് പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് പകരം അവർ സയനൈഡ് കഴിച്ച് റെയ്ഡ് ഒരു യുദ്ധമാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു മൊഴി അവരുടെ എഴുത്തുകളിൽ നിന്ന് കണ്ടെടുത്തു. കൽപ്പന ദത്ത പറഞ്ഞു, ധാരാളം പുരുഷന്മാർ തൂക്കുമരത്തിൽ കയറിയിരുന്നു, പ്രവർത്തനത്തിൽ കൊല്ലപ്പെട്ടു. തീവ്രവാദ വിപ്ലവകാരികളുടെ പോരാട്ടത്തിൽ എന്നാൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയും മരിക്കുകയും ചെയ്ത ആദ്യത്തെ സ്ത്രീയായിരുന്നു പ്രീതിലത വഡോദ്കർ. അവരുടെ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു അവര്. പ്രീതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ത്യൻ സ്ത്രീകൾക്ക് നമ്മുടെ പുരുഷന്മാർ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾക്ക് ആദ്യമായിട്ട് ബോധ്യപ്പെട്ടു. പുരുഷന്മാർക്ക് കഴിയുന്ന എളുപ്പത്തിൽ അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ കഴിയും. തീവ്രവാദികളുടെ രീതികളെക്കുറിച്ച് എന്ത് വിമർശനമുണ്ടായാലും ചിറ്റഗോങ് എല്ലാം പ്രീതിയെ തങ്ങളുടെ ധീരയായ മകളായിട്ട് ഓർക്കുന്നുണ്ട്. ഇനി സ്വർണകുമാരി ദേവിയെക്കുറിച്ചാണ് പറയാനുള്ളത്. 1856 മുതൽ 1932 വരെയാണ് ഇവരുടെ കാലഘട്ടം. ബ്രഹ്മസമാജത്തിന്റെയും തിയോസഫിക്കൽ സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബംഗാളിൽ നിന്നുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അവര്. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ 4ാമത്തെ മകളായിരുന്നു. 13-ാം വയസ്സിൽ ബ്രഹ്മ ആചാരപ്രകാരം വിവാഹിതയായി. 18-ാം വയസ്സിൽ അവരുടെ ആദ്യ നോവൽ ദീപ് നിർമാൽ പ്രസിദ്ധീകരിച്ചു. ബംഗാളി ഭാഷയിലെ 25 പുസ്തകങ്ങൾ അവരുടെ ക്രെഡിറ്റിലുണ്ട്. അവരുടെ രചനകളിൽ ചെറുകഥകളും നോവലുകളും നാടകങ്ങളും ഉൾപ്പെടുന്നു. അവരെഴുതിയ ചിഹ്നമുകള്, ഫുൽമാർ മാല എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഭാരതീയ മാസികയുടെ ചീഫ് എഡിറ്ററായിട്ടും അവർ പ്രവർത്തിച്ചു. അവർ 1882 ലേഡീസ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. 1886 ആരംഭിച്ച സ്ത്രീകൾക്കായുള്ള മറ്റൊരു സംഘടനയാണ് സഖി സമിതി. മാന്യമായ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സാമൂഹിക ക്ഷേമത്തിനായി പരസ്പരം ഇടകലരാൻ അവർ അവസരം നൽകി. അനാഥർക്കും വിധവകൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചു. സാമുവിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ നിരക്ഷരായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏർപ്പെട്ടു. സഖി സമിതിയുടെ കീഴിൽ പരിശീലനം നേടിയ ഈ വനിതാ ടീച്ചർമാർക്ക് അവരുടെ ജോലിക്കുള്ള പ്രതിഫലം നൽകി. അവർ 2 ഉദ്ദേശങ്ങൾ നിറവേറ്റി: സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, സ്വയം ആശ്രയത്വം, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറുക എന്നിങ്ങനെ. സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് ശേഖരിക്കുന്നതിനായി സമിതി സ്ത്രീകൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ വാർഷിക മേളകൾ നടത്തി. 1890 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ബംഗാളിനെ പ്രതിനിധീകരിച്ച് സ്വർണകുമാരി ദേവി പങ്കെടുത്തു. അവരുടെ മകൾ സരളാദേവി ഗോസ്വാൽ ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്നു പോവുകയാണ് ചെയ്തത്. ഇനി സരളാദേവി ചൗധരാനിയെ കുറിച്ച് നോക്കാം. 1872 മുതൽ 1946 വരെയാണ് അവരുടെ കാലഘട്ടം. അവര് സ്വർണകുമാരി ദേവിയുടെ മകളായിരുന്നു. ഒരു അർപ്പണബോധമുള്ള ദേശീയവാദിയായിരുന്നു. അവർ ഭാരതീയ മാസികയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. പൊതുസ്ഥലങ്ങളിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഒരു അടുപ്പമുള്ള വൃത്തം രൂപീകരിക്കാൻ അവർ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ എപ്പോഴും തയ്യാറാവുകയും ചെയ്തു. മക്കാലെ പ്രഭു അഭിപ്രായപ്പെട്ട ഭീരുക്കളുടെ വർഗമല്ല ബംഗാളിൽ എന്ന് തെളിയിക്കാൻ അവർ ആഗ്രഹിച്ചു. വാളുകളും വടികളും ഉപയോഗിച്ചുള്ള പ്രതിരോധ അഭ്യാസങ്ങളിലും ബോക്സിംഗിലും ഗുസ്തിയിലും പരിശീലനം നൽകിയ ബൃഹസ്പതി ബാത്രാസ് അവരെ സംഘടിപ്പിച്ചു. ദുർഗാപൂജയുടെ 2ാം ദിവസം ബൃഹസ്പതി ബ്രാറ്റാസ് ശാരീരിക ശക്തിയുടെ പരേഡ് നടത്താറുണ്ടായിരുന്നു. 1904 അവരുടെ ആഭിമുഖ്യത്തിൽ ഇത് കൊട്ടിഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മത്സരങ്ങളും റാലികളും നടന്നു. അവർ കൊൽക്കട്ടയിൽ ഒരു ആയോധന കലയുടെ ഒരു അക്കാദമി ആരംഭിച്ചു. കൊൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ചതുരാണി പരിശീലിപ്പിച്ച സംഘം വന്ദേമാതരം ആലപിച്ചു. മൈമൻ സിംഗ് സൗഹൃദ സമിതി 1905 വന്ദേമാതരം എന്ന വാക്ക് ദേശീയ ആഹ്വാനമായിട്ട് ഉപയോഗിച്ചു. 1910 ലാഹോറിൽ അവർ ഭാരത സ്ത്രീ മണ്ഡലം ആരംഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസമായിരുന്നു ഇതിന്റെ ലക്ഷ്യം.
സ്ത്രീകൾക്കിടയിലെ നിരക്ഷരത ഇല്ലാതാക്കാൻ എല്ലാ പ്രവിശ്യകളിലും സ്ത്രീ മണ്ഡലം ആരംഭിക്കാനും അവർ നിർദ്ദേശിച്ചു. ഭാര്യമാരെയും പെൺമക്കളെയും പഠിപ്പിക്കാൻ ആഗ്രഹിപ്പിച്ചവരുടെ വീടുകളിലേക്ക് ലേഡി ടീച്ചർമാരെ അയച്ചു. ഇനി കൽപ്പന ദത്തയെക്കുറിച്ച് പറയാം. ഒരു വിപ്ലവകാരിയായ കൽപ്പന ജോഷി ദത്ത 1913 ജൂലൈ 27 ചിറ്റഗോങ് ജില്ലയിലെ ശ്രീപുരയിൽ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. 1929 ചിറ്റഗോങ്ങിൽ നിന്ന് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയ കൽപ്പന ദത്ത കൽക്കട്ടയിൽ പോയി ബദൂൺ കോളേജിൽ ചേർന്നു. വിപ്ലവകാരിയായ ക്ഷത്രിയ ബസു, കനൈലാൽ ദത്ത എന്നിവരുടെ മാതൃകകളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട അവര് താമസിയാതെ ഛത്രി സംഘത്തിൽ ചേർന്നു. പൂർണേന്ദു ദസ്തിദാർ അവളെ മസ്റ്റാർദ സൂര്യസെന്നിന്റെ വിപ്ലവ വലയത്തിലേക്ക് ആകർഷിച്ചു. 1930 ഏപ്രിൽ 18 ചിറ്റഗോങ് ആയുധപ്പുര റെയ്ഡ് ചെയ്തു. കൽപ്പന ചിറ്റഗോങ്ങിലേക്ക് മടങ്ങുകയും 1931 മെയ് മാസത്തിൽ സൂര്യസെന്നുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ആനന്ദ് സിംഗ്, ഗണേഷ് ഘോഷ്, ലോക്നാഥ് ബാൽ തുടങ്ങിയ റെയ്ഡിന്റെ പല നേതാക്കളും അറസ്റ്റിലായി വിചാരണയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. കൊൽക്കത്തയിൽ നിന്നുള്ള ഭാരമേറിയ സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കൽപ്പനയെ ചുമതലപ്പെടുത്തി. പ്രത്യേക ട്രൈബ്യൂണലിലെ വിചാരണ നേരിടുന്ന വിപ്ലവ നേതാക്കളെ മോചിപ്പിക്കാൻ അവർ രഹസ്യമായിട്ട് കോടതി കെട്ടിടത്തിനടിയിലും ജയിലിനകത്തും ഡൈനാമിക് ഫ്യൂസ് സ്ഥാപിക്കുകയും ചെയ്തു. ഗൂഢാലോചന പുറത്തറിയുകയും കൽപ്പനയുടെ നീക്കങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും സൂര്യസെന്നിന്റെ ഗ്രാമം പതിവായി അവർ സന്ദർശിച്ചു. ചിലപ്പോൾ രാത്രിയിൽ പോലും. സഖാവ് പ്രീതിലത വഡേദ്കറിനൊപ്പം അവർ റിവോൾവർ ഷൂട്ടിങ്ങിൽ സ്ഥിരമായിട്ട് പരിശീലനം നേടി. 1931 സെപ്റ്റംബറിൽ ചിറ്റഗോങ്ങിലെ യൂറോപ്യൻ ക്ലബിനെ ആക്രമിക്കാനുള്ള പദ്ധതി കൽപ്പനയെയും പ്രീതിലതയെയും ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു. നടപടിക്ക് ഒരാഴ്ച മുമ്പ് കൽപ്പന ഒരു ആൺകുട്ടിയുടെ വേഷത്തിൽ സർവേ ജോലിക്ക് പോകുന്നതിനിടെ അറസ്റ്റിലായി. ജയിലിൽ കഴിയുമ്പോൾ പഹർത്താലി നടപടിയെക്കുറിച്ചും പ്രീതിലതയുടെ വീരോചിതമായ ആത്മഹത്യയെക്കുറിച്ചും പറഞ്ഞു. പുറത്തിറങ്ങിയ അവര് സൂര്യസെന്നിന്റെ കൂടെ ഒളിവിൽ പോയി. 1933 ഫെബ്രുവരി 17 പുലർച്ചെ പോലീസ് അവരുടെ ഒളിത്താവളം വളഞ്ഞു. മനീന്ദ്ര ദത്തയ്ക്കൊപ്പം കൽപ്പന രക്ഷപ്പെട്ടപ്പോൾ സൂര്യസെന്നെ പിടിക്കപ്പെട്ടു. 1933 മെയ് 19 കൽപ്പനയും ചില സഖാക്കളും അറസ്റ്റിലായി. ചിറ്റഗോങ് ആയുധശാല റെയ്ഡ് കേസിന്റെ 2ാം അനുബന്ധ വിചാരണയിൽ സൂര്യസെന്നും താരകേശ്വർ ദസ്തികാരനും വധശിക്ഷയും കൽപ്പനയെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. 1939 മോചിതയായ അവര് 1940 കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. താമസിയാതെ അവര് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടം പുനരാരംഭിച്ചു. 1943 CPI നേതാവായ PC ജോഷിയെ വിവാഹം കഴിച്ചതോടുകൂടി കൽപ്പന ജോഷിയായി മാറി. അവർ ചിറ്റഗോങ്ങിൽ തിരിച്ചെത്തി പാർട്ടിയുടെ കിസാൻസ് വനിതാ മുന്നണികൾ സംഘടിപ്പിച്ചു. 1946 ബംഗാൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു, പരാജയപ്പെട്ടു. 1947 ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. 1995 ഫെബ്രുവരി 8 ന്യൂഡൽഹിയിൽ വെച്ചാണ് അവർ അന്തരിച്ചത്. ഇനി മാതങ്കിനി ഹസ്രയെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.